നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഒല്ലൂർ സീറ്റിൽ വരത്തന്മാർ വേണ്ടെന്ന് സേവ് കോൺഗ്രസ് എന്ന പേരിൽ പോസ്റ്ററുകൾ. മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രാദേശിക ഭാരവാഹികൾ KPCC പ്രസിഡന്റിന് കത്തയച്ചു. ചാഴൂരിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. തേവർ റോഡ്, പൊട്ടുച്ചിറ പ്രദേശങ്ങളിലെ 1000-ഓളം വീട്ടുകാർ കുടിവെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുന്നു. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരളയുടെ പൊയ്യയിലെ ഫാമിൽ സ്വകാര്യ ടൂറിസം പദ്ധതിക്ക് കളമൊരുക്കുന്നു. 15 ഹെക്ടർ വരുന്ന വലിയ ജലാശയമാണ് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി കൈമാറുന്നത്. വാടാനി ഡാം റിസർവോയറിന് സമീപം മുൻകാലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പന്റെ ആരോഗ്യനിലയിൽ ആശങ്ക. മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ വെറ്ററിനറി സർജൻ ഇന്നെത്തും. ചേറ്റുപുഴ പാടത്ത് 3 ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം. പരിക്കേറ്റ മനക്കുടി സ്വദേശി ചേറ്റുപുഴ വീട്ടിൽ ജിഷ്ണു ബാലചന്ദ്രനെ ജില്ലാ ആശുപത്രിയിലും കുന്നത്തങ്ങാടി സ്വദേശി ഹെൻറി ടോജോ എന്നിവരെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അടാട്ട് പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും സൗജന്യ ചികിത്സാ പദ്ധതിയുമായി പ്രസിഡന്റ് അനിലക്കര. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം അമല ആശുപത്രി ഡയറക്ടർ ജൂലിയസ് അറക്കൽ, ജോയിന്റ് ഡയറക്ടർ ഡെൽജോ പുത്തൂർ എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഗുരുവായൂർ കോട്ടപ്പടി ചേമ്പാലക്കുളം ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം ഭക്തിസാന്ദ്രമായി. മേൽശാന്തി നീലമന ദുർഗാദാസ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനിടെ പഞ്ചായത്ത് വാഹനത്തിന്റെ ഡ്രൈവറെ നീക്കാൻ മറ്റത്തൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ തീരുമാനം. രാഷ്ട്രീയ എതിരാളിയായ ഡ്രൈവർ ഓടിക്കുന്ന വാഹനത്തിൽ വിശ്വസിച്ച് യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇയാളെ മാറ്റണമെന്ന ആവശ്യം പ്രസിഡന്റ് ഉന്നയിച്ചത്. ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന വിഷയത്തിൽ പുതുക്കാട് പ്രജ്യോതി നികേതൻ കോളേജിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര കാഞ്ഞിരച്ചുവട് തെക്കഞ്ചേരി പുളിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരത്തിങ്കൾ മഹോത്സവം വർണ്ണാഭമായി. പൂജകൾക്ക് മേൽശാന്തി ചാഴൂർ ശ്രീകുമാർ, ക്ഷേത്രം ശാന്തി മധുസൂദനൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ആളൂർ എടത്താടൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. ആളൂർ SNDP സമാജം പ്രസിഡന്റ് EK മാധവൻ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 25-നാണ് താലപ്പൊലി മഹോത്സവം. വടക്കാഞ്ചേരി കരുമത്ര പകിടകളി സംഘത്തിന്റെ നേതൃത്വത്തിൽ അഖില കേരള പകിടകളി ടൂർണമെന്റ് സമാപിച്ചു. കരുമത്ര സുമേഷ് മെമ്മോറിയൽ ടീം ജേതാക്കളായി. മുസ്ലിം ലീഗ് നേതാവും കുന്നംകുളം നഗരസഭ മുൻ വൈസ് ചെയർമാനുമായിരുന്ന EP കമറുദ്ദീന്റെ വിയോഗത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടന്നു. മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഗഫൂർ പള്ളിക്കുളം അധ്യക്ഷത വഹിച്ചു. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. നിവേദ്യത്തിനു ശേഷം മേൽശാന്തി പ്രകാശൻ നമ്പൂതിരി തിടപ്പള്ളിയിൽ നിന്നും ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകർന്നു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ അമ്പ് തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ടൗൺ അമ്പ് ആഘോഷം വർണ്ണാഭമായി. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് അമ്പ്, ലില്ലി എഴുന്നള്ളിപ്പ്, സൗഹൃദ ബാൻഡ് മേളം എന്നിവ നടന്നു. ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം ഊരാളൻ തത്താണത്തുമന നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ഫെബിൻ ചെറിയത്ത് മുഖ്യ കാർമ്മികനായി. മണ്ണുത്തി കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ഉത്സവത്തോടനുബന്ധിച്ച് പൊങ്കാലയിടൽ ചടങ്ങ് നടന്നു. എഴുന്നള്ളിപ്പിൽ കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. പോർക്കുളം കാഞ്ഞിരപ്പാടത്തെ നെല്ല് സ്വകാര്യ മില്ലുകാർ ഏറ്റെടുത്തു. കൊയ്ത്ത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞാണ് നെല്ല് സംഭരിച്ചത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കേച്ചേരി മേഖലാ സമ്മേളനം നടന്നു. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള വിഷൻ ന്യൂസ് MDയുമായ പ്രജേഷ് അച്ചാണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മികച്ച ഭിന്നശേഷി പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന അവാർഡ് വേലൂർ പഞ്ചായത്തിന് ലഭിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി R. ബിന്ദുവിൽ നിന്ന്
വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങി. വടക്കേ അമേരിക്കയിലെ മലയാളി സംഘടനകളുടെ കൂട്ടായ്മയായ ഫൊക്കാനയുടെ അന്താരാഷ്ട്ര കൺവെൻഷൻ ഓഗസ്റ്റ് 6 മുതൽ 9 വരെ പെൻസിൽവേനിയയിൽ നടക്കും. സ്റ്റേജ് ഷോ, അവാർഡ് നൈറ്റ്, യുവജനോത്സവം തുടങ്ങിയ വിപുലമായ പരിപാടികളോടെയാണ് കൺവെൻഷൻ നടക്കുന്നത്. പന്നിത്തരം സെന്ററിൽ തുടർച്ചയായുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി AC മൊയ്തീൻ MLA. സിഗ്നൽ സംവിധാനം കൂടുതൽ സമയം പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും ആവശ്യമായ സ്ഥലങ്ങളിൽ ഹമ്പുകൾ സ്ഥാപിക്കുന്നതിനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവിൽ പൊങ്കാലയിടൽ നടന്നു. ക്ഷേത്ര മേൽശാന്തി ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരി പണ്ടാരടുപ്പിൽ അഗ്നി പകർന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ഈ മാസം 24 മുതൽ 26 വരെ രംഗകലാ കോൺഫറൻസ് സംഘടിപ്പിക്കും. നാട്യശാസ്ത്രത്തെ യുനെസ്കോ അംഗീകരിച്ചതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഏനാമാവ് വടക്കേ കോഞ്ചിറ കോൾപ്പടവിൽ നെൽകൃഷി വിളവെടുപ്പ് നടന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് സെൻട്രൽ സ്കൂളിൽ പുതിയ ജനപ്രതിനിധികളെ ആദരിച്ചു. സ്കൂൾ ഡയറക്ടർ ഫാദർ ടിജോ ജോയ് മുള്ളക്കര അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം അൻസാർ സ്കൂളിലെ വാർഷികം ആഘോഷിച്ചു. റിയാലിറ്റി ഷോ താരം അർജിത രതീഷ് ഉദ്ഘാടനം ചെയ്തു. ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന കലാവ്യാപാര ഭക്ഷ്യമേള ഈ മാസം 23, 24, 25 തീയതികളിൽ നടക്കും. 25-ന് നടക്കുന്ന സമാപന സമ്മേളനം ചലച്ചിത്ര നടി സീമാജി നായർ ഉദ്ഘാടനം ചെയ്യും. പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനമന്ത്രി രാഷ്ട്രീയ വയോജനശ്രീ പദ്ധതി പ്രകാരം വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുന്നതിന്റെ സ്ക്രീനിംഗ് ക്യാമ്പ് വെള്ളറക്കാട് നടന്നു. BJP തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവില്ലാമല ശ്രീ കൊച്ചു പറക്കോട്ടുകാവിൽ പൊങ്കാല ആഘോഷം ഭക്തിസാന്ദ്രമായി. മരുതേരി മന ശശി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷത്തിന്റെയും ജൂനിയർ റെഡ് ക്രോസിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. തിരുവില്ലാമല പാമ്പാടി വടക്കേ കൂട്ടാല ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വയോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടന്നു. മരുതേരി സജിത് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കയ്പമംഗലത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച് ആക്രമിക്കുകയും മൊബൈൽ ഫോണും ബൈക്കും തട്ടിയെടുക്കുകയും ചെയ്ത കേസിലെ ഒരു പ്രതി കൂടി പോലീസ് പിടിയിലായി. ചളിങ്ങാട് സ്വദേശി പത്തമ്പുള്ളി വീട്ടിൽ നസ്മലിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുന്നു. നിരവധി കേസുകളിലെ പ്രതിയും കുപ്രസിദ്ധ ഗുണ്ടയുമായ മുരിയാട് സ്വദേശി ഗുമ്മൻ സനീഷിനെ കാപ്പ ഉത്തരവ് പ്രകാരം 6 മാസത്തേക്ക് ജയിലിലടച്ചു. തൃശൂർ റൂറൽ പോലീസ് പരിധിയിൽ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ 332 പിടികിട്ടാപ്പുള്ളികൾ പിടിയിലായി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ 1992 മുതൽ 2025 വരെ വിവിധ വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലെ പ്രതികളുണ്ട്. ചീരക്കുഴി ശ്രീ ചീരമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വയോടനുബന്ധിച്ച് പൊങ്കാല മഹോത്സവം നടത്തി. പറനാട്ടുമന നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭക്തർ പൊങ്കാല സമർപ്പിച്ചു. ആർത്താടനം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന സാഹിത്യ സാംസ്കാരിക സംഗമത്തിന് കുന്നംകുളം ബദനി ജോൺസ് ഇംഗ്ലീഷ് സ്കൂളിൽ തുടക്കമായി. നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ അധ്യക്ഷത വഹിച്ചു. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പാവറട്ടി ടൗൺ നവീകരണം നടപ്പിലാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ. പാവറട്ടി സെന്ററിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനും ആധുനിക രീതിയിൽ ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നതിനും പ്രധാന പരിഗണന നൽകുമെന്നും ആന്റോ ലിജോ. 1 ലക്ഷം സൗജന്യ ഡയാലിസിസുകൾ പൂർത്തിയാക്കി എടമുട്ടം ആൽഫ ഡയാലിസിസ് സെന്റർ. പ്രവർത്തനം തുടങ്ങി 5 വർഷം പൂർത്തിയാകുന്നതിന് മുൻപാണ് ഈ നേട്ടം കൈവരിച്ചത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.